പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിനെ സമീപിച്ചത് 4000-ലേറെ ഇന്ത്യക്കാർ. ഇവരിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ട 900 പേർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. 600 പേർക്ക് കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ട് നൽകിയെന്നും കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. For amnesty to go up as we get closer based on the previous amnesty experience. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഒരു മാസത്തോടടുക്കുന്ന പശ്ചാത്തലത്തിലാണ് കോൺസുൽ ജനറൽ ഇത് സംബന്ധിച്ച കണക്കുകൾ വ്യക്തമാക്കിയത്. എമർജൻസി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയ 900-ഓളം പേരിൽ 550 പേർ UAE വിടാനുള്ള എക്സിറ്റ് പാസ് കൈപ്പറ്റി. രേഖകൾ നിയമവിധേയമാക്കി UAEയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ട് കൈപ്പറ്റിയത്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരിൽ അർഹതയുള്ളവർക്ക് സൗജന്യ വിമാന ടിക്കറ്റ് നൽകാൻ കോൺസുലേറ്റ് സന്നദ്ധമാണെന്നും സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. Consulate on its own through the ICWF fund and also through its outreach with the community associations, community members is willing and ready to support whoever requires free tickets also. പൊതുമാപ്പ് അപേക്ഷകർക്ക് ആമർ സെന്ററുകൾ നൽകുന്ന സേവനങ്ങളെല്ലാം കോൺസുലേറ്റ് സൗജന്യമായി നൽകുന്നുണ്ട്. UAEയിൽ കേസിൽ കുടുങ്ങിയവർക്കും ലോൺ തിരിച്ചടവ് പ്രശ്നങ്ങളുള്ളവർക്കും പൊതുമാപ്പ് ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത്തരക്കാർക്ക് പ്രവാസി സഹായതാ കേന്ദ്രത്തിലെ അഭിഭാഷകർ വഴി നിയമസഹായം തേടാമെന്നും കോൺസുൽ ജനറൽ വ്യക്തമാക്കി. Panel of lawyers who are here, they come here on a daily basis and it is open. So anybody who wants to avail legal services for their individual problems, marital problems, divorce cases, any category of legal help that they require, we have panel lawyers who come here, who are stationed here. They can contact the PBSK numbers which is already available in the public domain. UAEയിൽ നിയമവിരുദ്ധമായി തുടരുന്ന ഇന്ത്യൻ പ്രവാസികൾ പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ മുന്നോട്ട് വരണമെന്ന് കോൺസുൽ ജനറൽ പറഞ്ഞു. മീഡിയ 1 ദുബായ്.